അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം സയ്യിദ് മുഹമ്മദ് സർവർ കേരള के एक गोशनशीन शायर ഉറുദു ഷായർ എന്നല്ലേ. സയ്യിദ് മുഹമ്മദ് സർവർ എന്നുള്ള കേരളത്തിൽ ജീവിച്ചു പോയ ഒരു മഹാനായ ഉറുദു കവിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം ആരായിരുന്നു? ഗോഷനഷീൻ ആയിരുന്നു, ഏകാന്തനായ ഒരു കവിയായിരുന്നു. ആൾത്താരയിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ ഇൽമും അതുപോലെ തന്നെ ഫന്ന് ഒക്കെ കരസ്ഥമാക്കുന്നതിൽ തന്റെ സമയം ചെലവഴിച്ച വ്യക്തിയാണ് ആര്? സർവർ സാഹിബ്. സർവർ സാഹിബിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്ത്? സർവർ സാഹിബിന്റെ സാഹിത്യ ജീവിതം, അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിൽ അദ്ദേഹം 2 മജ്മുഅകളാണ് പ്രസിദ്ധീകരിച്ചത്. ഒന്നേതാണ്? അർമുആനെ കേരള. അദ്ദേഹത്തിന്റെ 2 മജ്മുഅകൾ. ഒന്നേതാണ്? അർമുആനെ കേരള. 1970 പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ നവായെ സർവർ 1988 ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോ ഈ അർമുആനെ കേരളയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മുന്തഖബ് നസബൻ, തിരഞ്ഞെടുത്ത നസബുകൾ എന്ത് ചെയ്തു? എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? നവായെ സർവറിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ അതിനു പുറമെ അദ്ദേഹത്തിന്റെ ഒരുപാട് നസമുകൾ ഹമാരി ജബാന്, സുബഹെ ഉമ്മീദ്, ഖൗമി ആവാസ്, നിദായെ മില്ലത്ത്, ജൈസെ റസായിൽ മെ ചപ്കർ സാമനെ ആയി തീ തുടങ്ങി മുതലായ ഈ പറയപ്പെട്ട റസായിൽ മാഗസിനുകളിൽ എന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചിട്ട് വന്നിട്ടുണ്ട്. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി അടുത്ത് അതിന്റെ തുടർച്ച തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം. സർവറിനെ ഷായരിക്ക് അലാവ സർവറിനെ ഷായരിക്ക് അലാവ सरवर ने शायरी के अलावा तर्जुमे के मैदान में भी अपना कमाल दिखाया है എന്ന് പറഞ്ഞാല് 64ാമത്തെ പേജില് 3ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സർവറിനെ ഷായരിക്ക് അലാവ, കവിതക്ക് പുറമെ എന്ത്? തർജുമയ്ക്ക് മൈദാൻ മേബി. തർജുമ എന്ന് പറയുന്നതാണ് വിവർത്തനം, അല്ലെ? മൊഴിമാറ്റം. തർജുമയ്ക്ക് മൈദാൻ മേബി. മൈദാൻ എന്ന് പറയുന്നത് നമ്മുടെ തർജുമയ്ക്ക് മൈദാൻ എന്ന് പറഞ്ഞാല് മേഖല. എന്താ പറയാ? മൈദാൻ പറഞ്ഞാല് മേഖല. തർജുമയ്ക്ക് മൈദാൻ എന്ന് പറഞ്ഞാൽ വിവർത്തന മേഖലയിലും അപ്പിന കമാൽ, അപ്പിന എന്നാണ് തന്റെ, കമാൽ ദിക്കാന എന്ന് പറഞ്ഞാലോ കമാൽ ദിക്കാന എന്ന് പറഞ്ഞാലോ കഴിവ് തെളിയിക്കുക. എന്താ പറയാ? കഴിവ് തെളിയിക്കുക. കമാൽ ദിക്കാന. ഷബാനാന അപ്പിന കമാൽ ദിക്കായി, താരീഖ് മേ അപ്പിനി കമാൽ ദിക്കായി, കഴിവ് തെളിയിക്കുക. ഓക്കെ, കമാൽ ദിക്കായ. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? സർവറിനെ ഷായരിക്ക് അലാവ, ഷായരിക്ക് പുറമെ, അലാവ എന്ന് പറയുന്നത് പുറമെ, ഷായരിക്ക് പുറമെ അലാവ എന്ന് പറഞ്ഞാല് വീണ്ടും എഴുതുന്ന അവസാനം അടിഞ്ഞ് എഴുതൂല ഞാന്. പുറമെ എന്താണ് പറഞ്ഞത്? സർവറിനെ ഷായരിക്ക് അലാവ തർജുമയ്ക്ക് മൈദാൻ മേ ബി അപ്ന കമാൽ ദിക്കായ ഹേ. സർവർ ഷായരിക്ക് പുറമെ തർജുമയുടെ മേഖലയിലും അപ്ന കമാൽ ദിക്കായ ഹേ, തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കൈ മലയാളം അഫ്സാനോങ്കോ, ഒരുപാട് മലയാളം അഫ്സാനകളെ ഉനോനെ ഉർദു കാ ജാമ പഹനായാ ഹേ. പയനായാത്ത എന്ന് പറഞ്ഞ എന്താണ്? ഒരുപാട് മലയാളം കഥകളില്ലേ? മലയാളം കഥകള് ഉദാഹരണം എന്റെ മേഡം പറഞ്ഞിരുന്നു, എനിക്കകത്ത് മേഡം പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? ബഷീറിന്റെ അല്ലേ പാത്തുമാന്റെ ആട്, പാത്തുമാക്കി ബക്കരി. അത് അത് തർജ്ജമ ചെയ്തിട്ട് അതിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെ നാട്ടിലില്ലേ ബഷീർ എന്നുള്ള കഥാകൃത്ത്? എന്നിട്ട് മൂപ്പരുടെ എന്താണ് സാൽഗ്ര, ബർത്ത്ഡേ ഒക്കെ വായിച്ചുക്കണോ? തുടങ്ങിയ കഥകളൊക്കെ തുടങ്ങിയ ബഷീറിന് നല്ല ഒരുപാട് കഥകളൊക്കെ ഉറുദു ലോകത്തിന് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? സർവർ സാഹിബ്. മനസ്സിലായോ? അപ്പം കൈ മലയാളം അഫ്സാനൊക്കെ ഒരുപാട് മലയാളം കഥകളെ ഉനോനെ അദ്ദേഹം ഉറുദു ക ജാമ, ഉറുദു പറഞ്ഞാല് ഉറുദു ഭാഷ, ജാമ എന്ന് പറഞ്ഞാലോ ഉറുദു വസ്ത്രം, ജാമ എന്ന് പറഞ്ഞാല് വസ്ത്രം എന്നാണ് ജാമ പഹനാന എന്ന് പറഞ്ഞാൽ എന്ത്? ആയിക്കോട്ടെ, ഉസാറായി. വസ്ത്രം അല്ലെങ്കിൽ മൂട് പടച്ചു പറഞ്ഞ മാതിരി. ജാമ പഹനാന എന്ന് പറഞ്ഞാൽ ഉറുദുവിന്റെ വസ്ത്രം ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് മലയാളം കഥകളെ ഉറുദുവിലേക്ക് മൊഴി മാറ്റി, അല്ലെ? ഉറുദു ക ജാമ പഹനാന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷായരി ക ജാമ പഹനാന എന്ന് പറഞ്ഞാലോ കവിതയുടെ വസ്ത്രം ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കവിതയിലേക്ക് എന്ത് ചെയ്തു?
മാറ്റി ല്ലേ. അതേമാതിരി ഉറുദു ക ജാമ പഹനാന എന്ന് പറഞ്ഞാൽ ഉറുദുവിന്റെ വസ്ത്രം ധരിപ്പിക്കുക എന്ന് പറഞ്ഞാല് അത് ആലങ്കാരികമായിട്ട് പറയണം. വസ്ത്രം ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുദുവിലേക്ക് മൊഴി മാറ്റുക, ഉറുദുവിലേക്ക് മൊഴി മാറ്റം ചെയ്യുക ട്ടോ. ഓക്കെ. അടുത്തത് ഉസീ തരെ അതേപോലെ തന്നെ ഉറുദു അഫ്സാനോं का മലയാളം ജബാൻ में भी അതേപോലെ തന്നെ ഉറുദു അഫ്സാനോं का മലയാളം ജബാൻ में भी എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ ഉറുദു കഥകളെ മലയാളം ഭാഷയിലേക്ക് മൂപ്പര് എന്ത് ചെയ്തു? മൊഴി മാറ്റിയിട്ടുണ്ട്. മലയാളം ജബാൻ में भी എന്ന് പറഞ്ഞ മലയാളം ഭാഷയിലും, പിന്നെ മലയാളം ഭാഷയിൽ എന്ത് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്തു? പിന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്താ പറയാ? വിവർത്തനം മുമ്പ് പറഞ്ഞില്ലേ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉസ്കെ അലാവ അതിന് പുറമെ മുഖ്തലിഫ് മൗസുആത്ത് പർ എന്നാൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ബഹുത് സെ മസാമീൻ ബി ലിഖേ थे. മുഖ്തലിഫ് മൗസുആത്ത് പർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ബഹുത് സെ കണ്ടമാനം മസാമീൻ ബി ലിഖേ थे പിന്നെ ലേഖനങ്ങളും, മസ്മൂൻ പറഞ്ഞാൽ ലേഖനം, മസാമീൻ പറഞ്ഞാൽ ലേഖനങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഉനോനെ ഖലീലുർ റഹ്മാൻ കാ നാവൽ ഉസ്റ മലയാളം തർജമ കിയാ താ. എന്താണ്? ഖലീലുർ റഹ്മാൻ, നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാണ്ട് ഔരത്ത് എന്താണ്? അത് മൂപ്പരല്ല, കൈഫി അസ്മിന്റെ. ഖലീലുർ റഹ്മാന്റെ പിന്നെ എന്താണ് ഒരു നോവൽ ഉണ്ട്. ആ നോവൽ ഏതാണ്? ഉസ്റ. എന്താ പറയാ? ഉസ്റ. എന്താണ്? ആ നോവലിനെ എന്ത് ചെയ്തു? മലയാളത്തിലേക്ക് എന്ത് ചെയ്തു? തർജുമ കിയാത്ത, വിവർത്തനം ചെയ്തിരുന്നു. അപ്പൊ ഒന്ന് പറയേ. ഉനോനെ ഖലീലുർ റഹ്മാൻ കാ നോവൽ, ഖലീലുർ റഹ്മാന്റെ നോവല് ഏതാണ്? അതിന്റെ പേര് ഉസ്റ. എന്ത് ചെയ്തു? ഉസ്റ കാ മലയാളം മേ തർജുമ കിയാത്ത, മലയാളത്തിലേക്ക് എന്ത് ചെയ്തു? തർജുമ കിയാത്ത, മൊഴിമാറ്റം ചെയ്തിരുന്നു. ലേക്കിൻ പക്ഷേ അബി തക്ക് യേ താരീഖി മേ പടാ ഹുവാ ഹൈ, ഇപ്പോഴും അതെന്താണ്? ഇരുട്ടിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തിറങ്ങിയിട്ടില്ല എന്താണ്? ഇപ്പോഴും എന്തല്ല? താരീഖ് ഇരുട്ടിൽ കിടക്കുകയെന്ന് പറഞ്ഞാല് പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അത് എവിടെയാണ് ആർക്കും അറിയില്ല. മൂപ്പര് അത് ചെയ്തുകൊണ്ടെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എവിടെയാണെന്ന് ആർക്കും എന്തില്ല, അറിയില്ല. ഉസ്റ എന്നുള്ള നോവല് മൂപ്പര് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷെ താരീഖിമേ പഠനാറ കടക്കുക, പടാ ഹുവാ ഹൈ എന്ന് പറഞ്ഞാലോ കടക്കുകയാണ്. താരീഖിമേ പടാ ഹുവാ ഹൈ. ഓക്കെ. കാരണം ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോണും കാര്യങ്ങളും ഇത് മൊത്തമൊക്കെ അല്ലായിരുന്നു. പിന്നെ എല്ലാത്തിനും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പൊ എന്താണ്? താരീഖിമേ പടാവുക. ലേക്കിൻ അബീതക്ക് പറഞ്ഞാല് ഇപ്പോഴും, അബീതക്ക് എന്ന് പറഞ്ഞാല് ഇപ്പോഴും എവിടെയാണ് അത് കിടക്കുന്നത്? പിന്നെ അത് താരീഖിമേ പടാവുക ഹേ. പിന്നെ പാരാഗ്രാഫിലെ ഇല്ല, നമുക്ക് തുടങ്ങാം. അടുത്ത പാരാഗ്രാഫിൽ നിർത്താം അല്ലെ. ഇതിലൊന്നുമില്ല കാര്യമായിട്ട്. സർവർ കി ബേഷ്തർ പറയുന്നതാണ്. പഠിച്ചില്ല നമ്മള്? ബേഷ്തർ ഹിസ്സ, ബേഷ്തർ പറഞ്ഞ ഒട്ടുമിക്ക അല്ലെ. എന്താ പറയാ? അധിക, ഒട്ടുമിക്ക അല്ലെങ്കിൽ അധിക അല്ലേ? ബേഷ്തർ നസമീൻ ഒട്ടുമിക്ക കവിതകളും മസ്ഹബി ഓർ ഫൽസഫി ഉമൂർ പർ മബിനി ഹേ. മബിനി എനിക്കറിയാം അല്ലെ. എന്താണ്? സർവർ കി ബേഷ്തർ നസമീൻ മസ്ഹബി മതകീയ അതുപോലത്തെ തത്വചിന്തപരമായ ഉമൂർ വിഷയങ്ങളിൽ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ സർവർ കി ബേഷ്തർ നസമീൻ മസ്ഹബി മതകീയവും അതുപോലെ തന്നെ ഫൽസഫി ഉമൂർ പറഞ്ഞാലോ? ഉമൂർ പറഞ്ഞ കാര്യങ്ങൾ, അംറ് പറഞ്ഞ കാര്യം, ഉമൂർ പറഞ്ഞാലോ കാര്യങ്ങൾ. ഉമൂർ പറഞ്ഞാല് കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. അപ്പൊ എന്താണ്? സർവർ കി ബേഷ്തർ നസ്മീൻ മസ്ഹബി ഫൽസഫി ഉമൂർ പർ മബ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവറിന്റെ ഒട്ടുമിക്ക കവിതകളും മതകീയവും അതുപോലെ തന്നെ തത്വചിന്തപരമായ വിഷയങ്ങളിൽ അടിസ്ഥാനമാക്കിയാണ്. ബാസ് കാ താല്ലുക്ക് ഇഷ്കോ മുഹബ്ബത്ത് ഹേ. ബാസ് കാ താല്ലുക്ക് പറഞ്ഞാലോ ചില നസമുകളുടെ ബന്ധം. ബാസ് കാ താല്ലുക്ക് എന്ന് പറഞ്ഞാല് ബാസ് എന്താണ്? ചിലത്. അറിയില്ലേ?
നമ്മൾ പഠിച്ചുക്കണു അനക്ക് ഓർമ്മയില്ലെങ്കിൽ പോട്ടെ. ബാസുക താലൂക്ക് പറഞ്ഞ ബന്ധം. ബാസുക താലൂക്ക് ചില നസമുകളുടെ ബന്ധം എന്താണ്? ചില നസമുകൾ ബന്ധം എന്താ ഇതിനോടാണ്? ഇഷ്കോ മുഹബത്ത് ഹെ. ചില നസമുകളുടെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇഷ്കോ മുഹബത്ത് ഇഷ്കോ മുഹബത്തുമായി ബന്ധപ്പെട്ടതാണ്. പ്രണയവുമായി ബന്ധപ്പെട്ടാണ്. തോ ബാസ് മുഹബത്ത് ഹേത്തോ മുഹബത്ത് ആണെങ്കിൽ പിന്നെ എന്താണ്? ചില നസമുകളുടെ ബാസുക താലൂക്ക് പറഞ്ഞ ചില നസമുകളുടെ ബന്ധം മുഹബത്ത് ആണെങ്കിൽ ചില നസമുകളുടെ ബന്ധം എന്താണ്? ഹുബുൽ വത്തിനി പറഞ്ഞാണ് രാജസ്നേഹം. എന്താ പറയാ? ഹുബുൽ വത്തിനി പറഞ്ഞ രാജസ്നേഹമാണ്. അപ്പൊ മൊത്തത്തിൽ പറയാം, സർവർ की बेशतर नज़्में मजहबी और फलसफी उमूर पर मबनी है. സർവറിന്റെ ഒട്ടുമിക്ക കവിതകളും മതകീയവും അതുപോലെ തന്നെ ഫലസഫിയായ തത്വചിന്തപരമായ വിഷയങ്ങളും അടിസ്ഥാനമാക്കിയിട്ടാണ്. ബാസുക താലൂക്ക് എന്താണ്? ഇഷ്കോ മുഹബത്ത്. ചില നസമുകളുടെ ബന്ധം എന്താണ്? ഇഷ്കോ മുഹബത്തുമായിട്ടാണ് ആണെങ്കിൽ ചില ബാസുക താലൂക്ക് ഹുബുൽ വത്തിനിയ. ചില നസമുകളുടെ ബന്ധം എന്താണ്? ഏതിനോടാണ്? ചില നസമുകൾ ബന്ധപ്പെട്ടതിനോടാണ്? രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മജ്മുഅ അർമുആനെ കേരളമേ നമ്മൾ പറഞ്ഞില്ലേ? അർമുആനെ കേരള നമ്മൾ പറഞ്ഞില്ലേ? എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1970 അല്ലേ? അപ്പൊ 1970 പ്രസിദ്ധീകരിച്ച അർമുആനെ കേരളയില് മൊത്തം എത്ര നസമുകളുണ്ട്? 32 പറയുന്നത് എത്രയാണ്? 32 നസമേ ഹേ. ഒരു അടുത്ത നവായ സർവറിൽ എത്ര നസമുകളുണ്ട്? 38 നസമുകളും ഉണ്ട്. പിന്നെ നവായ സർവറിൽ 38 നസമുകൾക്ക് പുറമെ വേറെ എന്തുണ്ട്? 4 ഷഖ്സി മർസിയ. എന്താ പറയാ? 4 ഷഖ്സി. എന്താ ഷഖ്സി പറഞ്ഞാല്? ഷഖ്സി പറഞ്ഞ വ്യക്തിപരമായ മർസിയ സാധാരണ എന്തിനാ പറയാ അറിയോ? പിന്നെ കർബലയില് ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയും പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടില്ലേ? ആ കൊല്ലപ്പെട്ടതിനാണ് സാധാരണ ഉറുദുവിൽ മർസിയ എന്ന് പറയാ. അല്ലാതിന് ഓരോ വ്യക്തികളെ പറ്റിയിട്ട് പറയില്ലേ? മർസിയ പറയില്ലേ? ഓരോ വ്യക്തികളെ പറ്റി. ഉദാഹരണം ഇഖ്ബാലിന്റെ വാലിദ മർഹൂമ, അല്ലെങ്കിൽ എന്താണ് ചക്ബസ്തിന്റെ എന്താണ് പിന്നെ ഓലിബിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആലിനെ പറ്റിയിട്ട്. ആലി മരിച്ചപ്പോ എന്ത് ചെയ്തു? ദുഃഖിച്ചിട്ട് മൂപ്പർ എന്ത് ചെയ്തു? അതിന്റെ ദുഃഖ സ്മരണയോളം മൂപ്പർ എന്ത് ചെയ്തു? ഒരു കവിത രചിച്ചു. അതിനൊക്കെ എന്ത് പറയുന്നതാണ്? ഷഖ്സി മർസിയ എന്ന് പറയാം. അതിൽ പേരുണ്ടാവും. അതിലെന്തുണ്ടാവുന്നതാണ്? പേരുണ്ടാവും. പക്ഷെ സാധാരണ മർസിയയിൽ എന്തുണ്ടാവൂല? പേരുണ്ടാവൂല. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന്റെ ദുഃഖം എന്ത് ചെയ്യാണ്? അത് പ്രകടിപ്പിക്കുക സാധാരണ മർസിയയില്. അല്ലാത്ത മർസിയ 2 വിധമാണ്. ഒന്ന് പിന്നെ മർസിയ, സാധാ മർസിയ. ആ മർസിയ ഏതാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഏതാണ്? ഷഖ്സി മർസിയ പറഞ്ഞാല് വ്യക്തികളും ഏതെങ്കിലും അറിയപ്പെട്ട വ്യക്തികൾ മരിച്ചതിന്റെ പേരിൽ ദുഃഖിച്ചുകൊണ്ട് എഴുതുന്ന പിന്നെ മർസിയകൾക്ക് എന്ന് പറയുന്നതാണ് ഷഖ്സി മർസിയ. വിലാപകാവ്യം. മർസിയ എന്ന് പറഞ്ഞാല് വിലാപകാവ്യം. അപ്പൊ ഓക്കെ, എന്താ പറഞ്ഞത്? പിന്നെ 4 ഷഖ്സി മർസിയ, 4 എന്താണ്? വ്യക്തിപരമായ വിലാപകാവ്യങ്ങളാണ്. ബച്ചോം കേലിയെ കുട്ടികൾക്ക് വേണ്ടി ലിഖി ഗയി ഹെ 5 നസമേ. പിന്നെ അതിലെന്തുണ്ട്? കുട്ടികൾക്ക് വേണ്ടി എഴുതിയ 5 നസമുകളുണ്ട്. പിന്നെ എന്തുണ്ട്? ഒരു ഏക് ഗസൽ ഷാമിൽ ഹെ എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലോ? അപ്പൊ എന്താ പറഞ്ഞത്? അർമുആനെ കേരള മൊത്തം എത്ര നസമുകളാണ്? 32. ബാക്കി നമ്മളുടെ പിന്നെ എന്താ പറയാ, നവായ സർവറിൽ 38 നസമുകളാണ്. ഈ 38 നസമുകൾക്ക് പുറമെ വേറെ എന്തുണ്ട്? 4 ഷഖ്സി മർസിയ ഉണ്ട്. പിന്നെ ബച്ചോം കേലിയെ ലിഖി ഗയി 5 നസമേ, കുട്ടികൾക്ക് വേണ്ടി എഴുതിയ 5 നസമുകളുണ്ട്. പിന്നെ എന്തുണ്ട്? അതില് ഒരു ഗസലുണ്ട്. ഏതില്? നവായ സർവറില്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത എന്താണ്? അത് കഴിഞ്ഞു. ഷാമിൽ ഹെ. ഓക്കെ, ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ആപ്കി ഷായരി പർ അല്ല. അപ്പൊ അനക്ക് എന്ത് മനസ്സിലായി ഇതില്? മൂപ്പര് അർമുആന കേരളയും അതുപോലെ തന്നെ എന്താണ്? 1, 2 ഏതാണ്? നവായ സർവറും. അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്ക് പഠിച്ചപ്പോ, നവായ സർവറിനെ കുറിച്ചും പഠിച്ചപ്പോ എനിക്ക് എന്താ മനസ്സിലായത്? മൂപ്പര് ആരാണ്? ഒരു നസം നിഗാറാണ്. ആരാണ്? നസമുകൾ മാത്രമല്ല എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇത് പറയും നസമും ഗസലും അതിനെ പറ്റി അടുത്ത സെമസ്റ്ററിൽ പഠിക്കും. അപ്പൊ എന്താ പറയുക? നസം നിഗാറാണ്. ആരാണ്? ഇവരൊക്കെ ആരാണ്? അർമുആന കേരളയും നവായ സർവർ, ഇതൊക്കെ എന്താണ് പറയും? നസം നിഗാറാണ്. അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലായത്? സർവർ ഏറ്റവും കൂടുതൽ ഏതിലാണ് എഴുതിക്കണത്?
നസമിലാണ് എഴുതിയിരിക്കുന്നത് ഗസലിനേക്കാളും. ഓക്കെ, ഇനി നോക്കൂ, അദ്ദേഹത്തിന്റെ പിന്നെ കവിത എടുത്ത് നോക്കിയാൽ എനിക്ക് ഏറ്റവും മനസ്സിലാവും. പിന്നെ ആരുടെ ശൈലി കാണും? അല്ലാമ ഇഖ്ബാലിന്റെ ശൈലി എനിക്ക് നേരത്തിൽ കാണും. ഫുള്ള് എന്താണ് മൂപ്പരുടെ പിന്നെ കാവ്യരചന കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുക ആരാണ്? അല്ലാമ ഇഖ്ബാലിനെ എനിക്ക് മനസ്സിലാവുക. നോക്കിക്കോ, പിന്നെ അതിന് ഉദാഹരണം എനിക്ക് ഇവിടെ പിന്നെ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം മനസ്സിലാവണമെങ്കിൽ ആദ്യം അല്ലാമ ഇഖ്ബാലിന്റെ, ഞാൻ മൂപ്പരത് വായിച്ചപ്പോൾ ഫുള്ള് തോന്നിയത് അല്ലാമ ഇഖ്ബാൽ എഴുതിയ അതേപോലെയാണ് മൂപ്പര് എഴുതിയിരിക്കുന്നത്. മൂപ്പര് അതേ വിഷയങ്ങള് അതേ രീതിയിൽ അതേ വിഷയങ്ങൾ അതേ രീതിയിൽ മൂപ്പരുടേതായ ശൈലി ഉപയോഗിച്ചുകൊണ്ട് മൂപ്പര് എഴുതി കേട്ടോ. നോക്കിക്കോ, അതാണ് ഞാൻ പറയാൻ പോണത്. ആപ്കി ഷായരി പർ, അദ്ദേഹത്തിന്റെ കവിതയില് അല്ലാമ ഇഖ്ബാൽ കാ രംഗ് ഗാലിബ് നസർ ആതാ ഹെ. അല്ലാമ ഇഖ്ബാലിന്റെ രംഗ് പറയുന്നതാണ് നിറം എന്നല്ല പറയാ. പിന്നെ എന്തു പറയുന്നത്? രംഗിന് എന്തു പറയും? ശൈലി എന്ന് പറയും കേട്ടോ. എന്ത് പറയുന്നതാണ്? ശൈലി. ആപ്കി ഷായരി പർ, ആപ്കി പറഞ്ഞാല് സർവർ സാഹിബിക്ക് ഷായരി പർ, കവിതയുടെ മേലില് കവിതയിൽ എന്താണ് അല്ലാമ ഇഖ്ബാലിന്റെ ശൈലി എന്താണ്? ഗാലിബ്. ഗാലിബ് പറഞ്ഞാല് എന്താണ്? ഗാലിബ് നസർ ആതാ ഹെ എന്ന് പറയുന്നതാണ് ഗാലിബ്. എങ്ങും. ഗാലിബ് പറഞ്ഞാല് എങ്ങും എന്താ പറയാ? ഗാലിബ് നസർ ആതാ ഹെ എന്ന് പറഞ്ഞാല് എങ്ങും കാണപ്പെടുന്നു. അപ്പൊ എല്ലായിടത്തും എനിക്ക് പിന്നെ മൂപ്പര് ഏത് കവിത എടുത്ത് നോക്കിയാലും അതിലേക്ക് എന്ത് ആരുടെ ശൈലി എനിക്ക് ഗാലിബായിട്ട് പിന്നെ ഗാലിബ് പറഞ്ഞ മുഖ്യം അല്ലെങ്കിൽ എങ്ങും എന്താണ്? എങ്ങും പ്രധാനമായി അല്ലെങ്കിൽ പ്രധാനമായി. അപ്പൊ എന്താ പറഞ്ഞത്? ഗാലിബിക്ക് ഷായരി ആപ്കി ഷായരി പർ അല്ലാമ ഇഖ്ബാൽ കാ രംഗ് ഗാലിബ് നസർ ആതാ ഹെ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കവിതയില് അല്ലാമ ഇഖ്ബാലിന്റെ ശൈലി എന്താണ്? പിന്നെ പ്രധാനമായിട്ടും മുഖ്യമായിട്ടും എന്താവുന്നു? കാണപ്പെടുന്നു. ബഖൗൽ അർഷദ് സിദ്ദീഖി, അർഷദ് സിദ്ദീഖാണ് മൂപ്പരുടെ അർമുവാന കേരള എന്നതിലെ മുഖദ്ദമ അറിയില്ല? മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമുഖം എഴുതിക്കുന്നത് ആരാണ്? അർഷദ് സിദ്ദീഖിയാണ്. ബഖൗൽ എന്നാ ഞാനോട് ചോദിക്കട്ടെ, ബഖൗൽ അർഷദ് സിദ്ദീഖി എന്ന് പറഞ്ഞാലോ? അഭിപ്രായത്തിൽ സർവർ की बाज़ नज़मों की नज़बान और इस्तिलाहें भी इक़बाल के करीब से होकर गुजरती है. എന്താ പറഞ്ഞത്? സർവർ की बाज़ नज़में, ചില നസമുകളുടെ ഭാഷ. ബാസ് നസമോं की ज़बान എന്ന് പറഞ്ഞാല് സർവർ സാഹിബിന്റെ ചില നസമുകളുടെ ഭാഷ. അതുപോലെ തന്നെ ഇസ്തിലാഹ്, ഓരോന്നിനും ഓരോ ഇസ്തിലാഹുകൾ, കവിതകൾക്ക് ഓരോ കവികൾക്കും അവരുടേതായ എന്തുണ്ടാവും? ഇസ്തിലാഹുകൾ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഉദാഹരണം ഇഖ്ബാൽ എന്താണ്? ഷാഹീൻ, പെരുന്ത്, അല്ലെങ്കിൽ മർദെ മുഅ്മിന്, അല്ലെങ്കിൽ വക്ത്, അല്ലെങ്കിൽ ഖുദി, അങ്ങനെ ഓരോ എന്തുണ്ട് ഇസ്തിലാഹുകൾ ഉണ്ട്. അതിനനുസരിച്ചാണ് അതിനെ വിവിധ രൂപത്തിൽ അവരുടെ കവിതകൾ വിവരിക്കുകയാണ് ചെയ്യുക. അതേപോലെ സർവർ സാഹിബിന്റെ നസമുകളും നസമിന്റെ ഭാഷയും അതുപോലെ തന്നെ അതിന്റെ ഇസ്തിലാഹുകളുടെ പ്രത്യേക പദങ്ങൾ എന്താണ്? സാങ്കേതിക പദം എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. എന്താണ് പറയാ? സാങ്കേതിക പദങ്ങൾ. അതിനെ കുറിച്ച് എന്ത് ചെയ്യാ അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കും. പിന്നെ എന്താണ്? ഇസ്തിലാഹേം ബി, സാങ്കേതിക പദങ്ങളും ഇഖ്ബാലിന്റെ കരീബ്സെ, ഇഖ്ബാലിന്റെ അടുത്തുകൂടെ ഹോക്കർ, അടുത്തുകൂടെ പോയിട്ട് എന്താവുന്നു? അടുത്തുകൂടെ പോയി കടന്നു പോകുന്നു. അടുത്തുകൂടെ എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു എന്നാണ് പറയണത്. ആര്? അർഷദ് സിദ്ദീഖി. ഒന്നുകൂടി പറയും. സർവർ സാഹിബിക്ക് ബാസ് നസ്മോं की ज़बानो इस्तिलाह भी, സർവർ സാഹിബിന്റെ ചില കവിതകളുടെ ഭാഷ അതുപോലെ തന്നെ സാങ്കേതിക പദങ്ങളും ഇഖ്ബാലിക്ക് കരീബ്സെ, ഇഖ്ബാലിന്റെ അടുത്തുകൂടെ എന്താവുന്നു? അടുത്തുകൂടെ ആയിട്ട് എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ഗുസർന പറഞ്ഞാല് കടന്നു പോകുക. അതായത് അദ്ദേഹത്തിന്റെ ചില ഭാഷകളും ഇസ്തിലാഹും നോക്കിയാൽ നമുക്ക് എന്താണ്? ഇഖ്ബാലിന്റെ അതേ ഭാഷയാണ് മൂപ്പര് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് അർത്ഥം. ഓർ ഈ സിൽസില എന്ന് പറഞ്ഞതാണ് സിൽസിലേമേ എന്ന് പറഞ്ഞ എന്താണ്? അല്ലെങ്കിൽ മുആമലേമേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മുആമലേമേ എന്നാണ് ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയാ? ബന്ധപ്പെട്ട്. സിൽസിലേമേ മേ ആയാഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഏതൊരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാനത് ബന്ധപ്പെട്ട് എന്ന് പറയാ എന്നാണ്? മുആമലേമേ ഒക്കെ പറയും. ഈ സിൽസിലേമേ ഇതുമായി ബന്ധപ്പെട്ടും ഉനോനെ ഇഖ്ബാൽ സെ ഇസ്തിഫാദ കിയാ ഹൈ. ഈ സിൽസിലേമേ ബി, ഈ വിഷയത്തിലും എന്താണ്? ഈ സിൽസിലേമേ പറഞ്ഞാല് ഈ വിഷയത്തിലും എന്താണ്? വിഷയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട്. ഈ സിൽസിലേമേ എന്ന് പറഞ്ഞാല് ഈ വിഷയത്തിലും ഏതോ കേസിന്റെ വിഷയമായിട്ട് പറയല്ലേ? അങ്ങനെ ബന്ധപ്പെട്ട് പറയാം അല്ലെങ്കിൽ വിഷയം. ഈ സിൽസിലേമേ ബി, ഈ വിഷയത്തിലും. ഈ സിൽസില എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? പരമ്പര എന്നർത്ഥം. എന്താ പറയാ? പരമ്പര. ഇവിടെ ഇങ്ങനെ മേ വന്നു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? വിഷയവുമായി ബന്ധപ്പെട്ട് എന്നർത്ഥം. ഈ സിൽസിലേമേ ബി പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഉനോനെ അദ്ദേഹം ഇഖ്ബാൽ സെ ഇസ്തിഫാദ ഹാസിൽ കിയാ ഹൈ. ഇസ്തിഫാദ എന്ന് പറയുന്നത് എന്താണ്?
പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പ്രയോജനം, ഉപകാരം, എന്താണ് പ്രയോജനം, ഉപകാരം അല്ലെങ്കിൽ ഉപകാരം നിർത്താൻ അല്ലെങ്കിൽ പ്രയോജനം ട്ടോ. ഇസ്തിഫാദ ഹാസിൽ കിയാ എന്ന് പറഞ്ഞാലോ എന്താണ് ഉപകാരം കരസ്ഥമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രയോജനം കരസ്ഥമാക്കിയിട്ടുണ്ട്, പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. യഹാൻ തക്ക് എത്രത്തോളം ചോദിച്ചാൽ ഇഖ്ബാൽ की गज़लें तसल्सल का अंदाज और उन्मान का तरीका भी उनके यहाँ पाया जाता है. എങ്ങനെയാണ് ഇഖ്ബാൽ എന്താണ് ഇഖ്ബാലിന്റെ നസ്മുകൾ എങ്ങനെയാണ് ഗസൽ മുസൽസലിന്റെ പോലെയാണ്. എങ്ങനെയാണ് ഇഖ്ബാലിന്റെ ഗസൽ മുസൽസലാണ്. ഗസൽ മുസൽസൽ പറഞ്ഞാൽ ഗസൽ സാധാരണ എങ്ങനെയായിരിക്കും, രണ്ട് വരിയുണ്ട്. അതൊക്കെ നിങ്ങൾ അടുത്ത സെമസ്റ്റർ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇത് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. രണ്ട് മിസ്രകളില്ലേ, ഒരു മിസ്ര അങ്ങനെ ഉണ്ടാവും, ഇവിടെ ഒരു മിസ്ര ഉണ്ടാവും. ഇങ്ങനെ ഈ രണ്ടും കൂടി എന്താവുന്നതാണ് ഒരു നസമാണ് സാധാരണ ഗസലുകൾ ഉണ്ടാവുക. പക്ഷെ ഇഖ്ബാലിന്റെ ഗസൽ നസമുകൾ എങ്ങനെയാണ് അറിയോ, പിന്നെ ഇഖ്ബാലിന്റെ ഗസലുകൾ അല്ലെങ്കിൽ നസമുകളൊക്കെ എങ്ങനെയാണ് അറിയോ, ഗസൽ മുസൽസലാണ്. എന്താണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച അത് ഇതിന്റെ ആശയം പൂർണ്ണമാവണമെങ്കിൽ രണ്ടാമത്തെ ലൈനിലേക്ക് വരണം. സാധാരണ ഗസലുകൾ എങ്ങനെയാണ് ഒരൊറ്റ ലൈനില് വിഷയം പൂർത്തിയാവും. പറയുന്നത് മനസ്സിലാവുണ്ടോ ഷബാന? പിന്നെ സാധാരണ ഗസലുകളിൽ ഒരു വരി എന്തായിരിക്കും പൂർണ്ണമായിരിക്കും, പിന്നെ രണ്ടാമത്തെ വരിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഗസൽ മുസൽസല് ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അതിനെ തുടർച്ചയായിട്ട് രണ്ടാമത് പറയാ, മൂന്നാമത്, നാലാമത്, അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നതാണ് പോകുന്നതാണ്. മനസ്സിലായോ? അപ്പോ പിന്നെ യഹാ തക്ക് എന്ന് പറഞ്ഞാലോ എത്രത്തോളം ചോദിച്ചാല് ഇഖ്ബാൽക്ക് ഗസലെ തസൽസുൽ ക അന്താസ്, ഇഖ്ബാലിന്റെ ഗസലെ തസൽസുലില്ലേ, ഗസലെ തസൽസുൽ ക അന്താസ് മുസൽസലായിട്ട് പറയുന്ന തുടർച്ചയായിട്ട് പറയുന്ന ഗസലിന്റെ ശൈലിയും അതുപോലെ തന്നെ ഉൻമാൻ ക ത്വരീഖ, ഉൻമാൻ എന്ന് പറഞ്ഞാല് ഹെഡ്ലൈന്, ശീർഷകത്തിന്റെ ത്വരീഖ എന്ന് പറഞ്ഞാൽ രീതി, ത്വരീഖ എന്ന് പറഞ്ഞാല് രീതിയും, ഉൻകെ യഹാം എന്ന് പറഞ്ഞാല് എവിടെ അദ്ദേഹത്തിന്റെ കവിതകൾ, ഉൻകെ യഹാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവിടെ, യഹാം പഠിച്ചില്ലേ നമ്മള്, ഷബാനക്കെ ഷബാന്റെ അവിടെ അല്ലെങ്കിൽ ഷബാന്റെ വീട്ടിൽ എന്ന് പറയും. പക്ഷെ ഇവിടെ ഉൻകെ യഹാ എന്ന് പറഞ്ഞാൽ ആരുടെ, സർവർ സാഹിബിന്റെ കുടിയിൽ എന്ന് പറയണത് അല്ല, സർവർ സാഹിബിന്റെ കവിതകളിൽ ഉൻകെ യഹാം പായാ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നു. ഒന്നുകൂടി പറയാം, ഈ സിൽസിലെ മേ ബി ഈ വിഷയത്തിലും ഉനോനെ അദ്ദേഹം ഇഖ്ബാൽ സെ ഇസ്തിഫാദ ഹാസിൽ കിയാ ഹെ, ഇഖ്ബാലിൽ നിന്ന് എന്ത് ചെയ്യുന്നു പ്രയോജനം കൈപ്പറ്റിയിട്ടുണ്ട്. യഹാൻ തക്ക് എത്രത്തോളം ചോദിച്ചാൽ ഇഖ്ബാൽ കി ഗസലെ തസൽസുൽ ക അന്താസ്, ഇഖ്ബാലിന്റെ ഗസലെ തസൽസുലിന്റെ അന്താസ് പറയുന്നത് രീതി, പിന്നെ ഉൻമാൻ ക ത്വരീഖ ബി ഹെഡ്ലൈനിന്റെ ശൈലിയും, ഉൻകെ യഹാ അദ്ദേഹത്തിന്റെ കവിതകളിൽ പായ ജാത്താ ഹെ എന്ന് പറഞ്ഞാല് കാണപ്പെടുന്നു. ഇത്ര മാത്രമാണ്. ഇതെല്ലാവരും വായിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഈ റെക്കോർഡ് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് കാണിക്കണം. അസ്സലാമു അലൈക്കും.